ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. ഇന്ന് ഒരു ട്രാവൽ വീഡിയോയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. കർണാടക വിധാനസഭയാണ് നമ്മൾ കാണുന്നത്. ബാംഗ്ലൂരിലെ ഏറ്റവും പ്രശസ്തമായ കബ്ബൺ പാർക്കിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ വന്നാൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പാർക്കാണിത്. ഞങ്ങൾ നവംബർ 3-ാമത്തെ ആഴ്ചയാണ് ഇവിടെ വന്നു പോയത്. നവംബർ ലാസ്റ്റ് വീക്കിൽ ഇവിടെ വലിയൊരു ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. മെയിൻ ഗേറ്റിനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. എൻട്രൻസിൽ തന്നെ ഇഷ്ടംപോലെ ബോഗൻവില്ലകളും നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ചെടികളും ഒക്കെ കണ്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഗാർഡൻ സിറ്റി എന്നാണല്ലോ ബാംഗ്ലൂർ അറിയപ്പെടുന്നത് തന്നെ. ലാൽബാഗും ഇതുപോലെ തന്നെ വലിയ ഒരു ഗാർഡനാണ്. ഇതിനേക്കാൾ പൂക്കളൊക്കെ കാണാൻ കഴിയുന്നത് ലാൽബാഗിലാണ്. ഞങ്ങളവിടെ പോയില്ല. ഇന്നെന്തായാലും ഇതുവരെ ഞാൻ വന്നിട്ടില്ലാത്ത കബ്ബൺ പാർക്കിൽ തന്നെ പോകാമെന്ന് കരുതി. ചാമരാജേന്ദ്ര പാർക്ക് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോകാനുള്ള വഴികളും അതുപോലെ ഏതൊക്കെ സൈഡിൽ ഏതൊക്കെ ദിശയിൽ എന്തൊക്കെയുണ്ടെന്നൊക്കെയുള്ള രൂപരേഖയൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശ്രീ ചാമരാജേന്ദ്ര പാർക്ക് എന്നറിയപ്പെടുന്ന കബ്ബൺ പാർക്ക് സസ്യജാലങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആണ്. ശ്രീ ചാമരാജേന്ദ്രയുടെ പ്രതിമയൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതാണ് ഇവിടെ കാണുന്നത്. 1870 സർ ജോൺ മീഡിൻ്റെ പേരിൽ ഈ ഉദ്യാനം ആദ്യം നാമകരണം ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഏറ്റവും കൂടുതൽ കാലം കമ്മീഷണറായിട്ട് സേവനം അനുഷ്ഠിച്ച മാർക്ക് കബ്ബണിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തു. അന്ന് ഉദ്യാനം ഒരു 100 ഏക്കറിലൊക്കെ ആയിരുന്നെങ്കിൽ പിന്നീട് അത് 1927 മൈസൂർ സംസ്ഥാനത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീ ചാമരാജേന്ദ്ര ഓഡയാറിൻ്റെ സ്മരണാർത്ഥം പാർക്കിനെ വീണ്ടും പുനർനാമകരണം ചെയ്തു. ആ സമയത്ത് ഇത് കൂടുതൽ ഏക്കറിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ചാമരാജേന്ദ്ര പാർക്കെന്നും അറിയപ്പെടുന്നുണ്ട്. നമ്മൾ അകത്തേക്ക് പോകുന്ന വഴിയിൽ ഈ പാർക്കിനുള്ളിൽ തന്നെ ടെന്നീസ് സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എണ്ണിയാൽ തീരാത്തത്ര വലിയ മരങ്ങളാണ് ഇവിടെയുള്ളത്. അവയുടെ വലിപ്പവും അതിൻ്റെ ഷേപ്പും നമ്മളെ അത്ഭുതപ്പെടുത്തും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 2 മണി സമയമൊക്കെ ആയിരുന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. നല്ല സുഖമുള്ള തണുത്ത കാറ്റും തണുപ്പും ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു ക്ലൈമറ്റായിരുന്നു ആ സമയത്തൊക്കെ. പൂച്ചെടികളും ഒന്നും അല്ല ഈ പാർക്കിനെ ഏറ്റവും കൂടുതൽ ആകർഷകമാക്കുന്നത്. ഇവിടുത്തെ ഈ മരങ്ങളുടെ ഷേപ്പും വലിപ്പവും ഒക്കെ തന്നെയാണ്. മരങ്ങൾക്കെല്ലാം നമ്പർ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്കാണിത്. ചില വൻമരങ്ങളൊക്കെ മറിഞ്ഞ് വീണിട്ടും അവിടെ കിടന്ന് വീണ്ടും വളർന്ന് വേരുകളോ തടിഭാഗമാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ വളരുന്ന ചില മരങ്ങൾ കണ്ടു. അങ്ങനെ വളർന്ന പന്തലിച്ച് കിടക്കുന്ന മുതുമുത്തച്ഛ മരങ്ങളാണ് നമ്മളെ അതിശയപ്പെടുത്തുന്നത്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരിടമാണ്. വലിയ മരമൊക്കെ കാണുമ്പോൾ അതിനും എന്തെങ്കിലുമൊക്കെ കഥകളുണ്ടാവാം. എന്തൊക്കെയാണ് ഇവയുടെ പേരെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിനും നമ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മരത്തിൻ്റെ പേരുകളൊന്നും ഇട്ടിട്ടില്ല. വലതുവശത്തായിട്ട് കാണുന്നത് ടെന്നീസ് സ്റ്റേഡിയമാണ്. ബാംഗ്ലൂരിൻ്റെ ഗ്രീൻ ഹാർട്ട് എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന വളരെ സുന്ദരമായൊരു സ്ഥലമാണ് കബ്ബൺ പാർക്ക്. ഈ ഇത്രയും തിരക്കുള്ള ഈ സിറ്റിക്കുള്ള ഏറ്റവും പ്രശാന്തമായ ആകർഷകമായ ഒരു പാർക്കാണ്. ധാരാളമായിട്ട് വിസിറ്റേഴ്സ് വരുന്നൊരു സ്ഥലമാണ്. ഇത് പെട്ടെന്നങ്ങ് കണ്ടു തീർക്കാനൊന്നും പറ്റുന്നൊരു സ്ഥലമല്ല. 300 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയയാണ്. ചില മരങ്ങളുടെയൊക്കെ ശിഖരങ്ങളൊക്കെ പടർന്ന് പന്തലിച്ച് ഒരു മരം മറ്റൊരു മരത്തിലേക്ക് കെട്ടിപ്പിണഞ്ഞൊക്കെയാണ് വളർന്നിരിക്കുന്നത്. നല്ലൊരു കാഴ്ചയാണിതെല്ലാം. മുതിർന്നവർക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ ഒരു തിരക്കോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ തിരക്കോ ബഹളമോ ഒന്നുമില്ലാതെ ശാന്തമായിട്ട് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരിടമാണ്. ഈ തണൽ മരങ്ങൾക്കിടയിലൂടെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് വളരെ കൂളായിട്ട് നടക്കാം. അതുപോലെ വിശ്രമിക്കാനുള്ള ഇടങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഫാമിലി ഔട്ടിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. 300 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ ഈ പാർക്ക് നഗരജീവിതത്തിലെ തിരക്കിൽ വളരെ ആശ്വാസകരമാവുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ നിർബന്ധമായ ചില നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അനുസരിക്കണം. ഈ കബ്ബൺ പാർക്ക് പരിസരത്ത് എന്തൊക്കെ ചെയ്യരുതെന്നൊക്കെ സംബന്ധിച്ചുള്ള സർക്കാർ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ പിഴ ചുമത്താനുള്ള നിയമമുണ്ട്.
ഭാരമേറിയ വാഹനങ്ങളും അതുപോലെ ഓട്ടോറിക്ഷകളൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല. അല്ല കച്ചവടം, പുകവലി, മദ്യം, ലഹരി വസ്തുക്കൾ, പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് വസ്തുക്കൾ, പാഴ്സൽ ചെയ്ത ഭക്ഷണം ഒന്നും ഇതിനകത്തേക്ക് കയറ്റാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. എങ്കിലും അവിടെ ചില ആളുകളെങ്കിലും അത് തെറ്റിക്കുന്നതായിട്ടും കാണാൻ കഴിഞ്ഞു. കബ്ബൺ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ വൻമരങ്ങൾ തന്നെയാണ്. ഈ കൂടുതൽ മരങ്ങൾ ഇവിടെ നിൽക്കുന്നത് പൂവിടുന്ന വിദേശ മരങ്ങളാണ്. പൂവിടാത്ത മരങ്ങളാണെങ്കിലും അതിൻ്റെ ഇലകൾ നല്ല പ്രത്യേകതയുള്ളതാണ്. പൂക്കളിടുന്നതിനും അതുപോലെ ഇലകളുടെ നിറം മാറുന്നതിനും ഒക്കെ ഓരോ സീസണുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഓക്കുമരങ്ങൾ അല്ലെങ്കിൽ സിൽവർ ഓക്ക് എന്നൊക്കെ പറയും, ഗ്രവില്ല, റോബസ്റ്റ എന്നൊക്കെ പറയുന്ന മരങ്ങളാണ്. അതുപോലെ ധാരാളം ഗുൽമോഹറുണ്ട്, നല്ല നീളമുള്ള ഇതളുകളോട് കൂടിയ കടും ചുവപ്പ് പൂക്കൾ. ഇതൊക്കെ ഇവിടെ ധാരാളമായിട്ട് വെച്ച് പിടിപ്പിച്ച് എടുത്ത മരങ്ങളാണ്. എല്ലാ മരങ്ങൾക്കും നമ്പർ ഇട്ടിട്ടുണ്ട്. നൂറ്റാണ്ടിന് മേൽ പഴക്കമുള്ള മുതുമുത്തച്ഛൻ മരങ്ങളാണ് ഇതിൽ കൂടുതലും. ഈ കാണുന്നത്, ഈ ചുമന്ന ഇഷ്ടിക നിറത്തിൽ കാണുന്നത് കർണാടക ഹൈക്കോടതിയാണ്. ഈ കബ്ബൺ പാർക്കിന് സമീപത്ത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. ഈ കബ്ബൺ പാർക്കിൻ്റെ സമീപത്ത് തന്നെയാണ് വിധാൻസഭ, അതുപോലെ കർണാടക കോടതി ഇപ്പം നമ്മൾ കണ്ടത്, അതുപോലെ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി, അതുപോലെ വെങ്കട്ടപ്പ ആർട്ട് ഗാലറി, ഗവൺമെൻറ് മ്യൂസിയം, ഇതെല്ലാം ഈ കബ്ബൺ പാർക്കിൻ്റെ സമീപത്ത് തന്നെയാണ്, അതിനുള്ളിലെന്ന് തന്നെ പറയാം. ഇത്രയും മനോഹരമായ ഈ പാർക്കിനുള്ളിൽ പ്രവേശിക്കുന്നതിന് ഒരു പൈസ പോലും പ്രവേശന ഫീസായിട്ട് ഈടാക്കുന്നില്ല എന്നതും ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അത് തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസവും 8:30 മുതൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 7:30 വരെയും അത് തുറന്നു തന്നെയിരിക്കും. വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയിരുന്ന് വായിക്കാം, വായന ലോകം ഇഷ്ടപ്പെടുന്നവർക്ക്. അതുപോലെ അതിന് പറ്റുന്നൊരു ആംബിയൻസാണ് ഇവിടെയൊക്കെ. ഈ പുൽത്തകിടിയിലൊക്കെ വന്നിരുന്ന ആളുകൾക്ക് വായിക്കാനൊക്കെ പറ്റും, അതിനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ വിദേശങ്ങളിലേക്കുള്ള വീഡിയോകൾ കാണുന്ന പിങ്ക് ട്രംഡ് മരങ്ങൾ, അത് ഈ കബ്ബൺ പാർക്കിലുണ്ട്. എന്നാൽ അവ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് ജനുവരി മുതൽ ഫെബ്രുവരി വരെയൊക്കെയുള്ള സമയത്താണ്. ബാംഗ്ലൂരിലെത്തിയാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഒരു ദിവസം മുഴുവൻ നമുക്ക് കാണാനുള്ള കാഴ്ച ഇതിൽ തന്നെയുണ്ട്. ഈ മരം തന്നെ കണ്ടില്ലേ, ആകാശമുട്ടയുള്ള ഒരു മരമാണ്. അതും അതിൻ്റെ ബ്രാഞ്ചസിൻ്റെ ഒരു ഘടന നമുക്ക് അത്ഭുതത്തോടെ കാണാൻ പറ്റും. അതിൻ്റെ ചുവട്ടിൽ പോയി നിന്ന് മരത്തിൻ്റെ ചുറ്റും ഞാൻ ഒരു 4-5 പേര് നിന്ന് കൈ പിടിച്ചാൽ പോലും നമുക്ക് ആ മരത്തിൻ്റെ വലിപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അത്ര വലിയൊരു മരമാണ്. അതിന് വലം വെച്ച് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. ഒരു മുത്തച്ഛൻ മരമാണ്. ഏത് മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നാലും അവിടെ എല്ലാ ആളുകളുണ്ട്. അവരത് മാറിയിട്ട് ഫോട്ടോ എടുക്കാൻ നോക്കി നിന്നാൽ അവിടെ നിൽക്കുകയുള്ളൂ. അത്രയ്ക്ക് എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട, വളരെ ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു ഈ മരം. ഈ പാർക്കിലെ ലാൻഡ്സ്കേപ്പിങ്, അതുപോലെ പ്രകൃതിദത്ത പാറക്കെട്ടുകളും കുറ്റിക്കാടുകളും കൂറ്റൻ മുളങ്കാടുകളും ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പരിപാലിച്ചിട്ടുണ്ട്. ഇതൊക്കെ സർക്കാരിൻ്റെ അധീനതയിലുള്ളതാണ്. ഈ പരിധിക്കുള്ളിൽ തന്നെ കുറേ സ്മാരകങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പാർക്കിനുള്ളിലുള്ള നമുക്ക് ഉള്ള വഴികളെന്ന് പറയുന്നത് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കാവുന്ന തരത്തിൽ തന്നെയുള്ള നല്ല റോഡുകളാണ്. 6000-ലധികം വൻമരങ്ങൾ, അതുപോലെ വർണ്ണാഭമായ പൂന്തോട്ടം, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരിടം തന്നെയാണിത്. കബ്ബൺ പാർക്കിൽ കുട്ടികൾക്കായിട്ടും പ്രത്യേക ഏരിയ ഉണ്ട്. അവർക്ക് ഓടിക്കളിക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന ധാരാളം ഗെയിംസും ഒക്കെ ഇവിടെയുണ്ട്. അതുപോലെ കുട്ടികളുടെ പ്ലേ ഏരിയയിലെ ഏറ്റവും അട്രാക്ഷൻ ഉള്ളത് ടോയ് ട്രെയിൻ, അതിനുള്ള സൗകര്യമുണ്ട്. ഒരു വനത്തിൽ കൂടി പോകുന്ന ഒരു പ്രതീതി ഉളവാക്കുന്ന തരത്തിലുള്ളതാണത്. നല്ല ക്രമീകരണമാണ്. അതുപോലെ അക്വേറിയം, ബോട്ടിങ്, വ്യാഴാഴ്ചകളിലും അതുപോലെ ഗവൺമെൻറ് ഹോളിഡേയ്സും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ആയിരിക്കും. അത് രാവിലെ 10:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇത്രയേറെ തിരക്കുണ്ടായിട്ടും ഇതുപോലെ മനോഹരമായിട്ട് നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഇത്രയും പച്ചപ്പ് നിറഞ്ഞ ഒരു പാർക്ക്, ഗാർഡൻ സിറ്റി എന്ന് തന്നെയാണല്ലോ ബാംഗ്ലൂർ അറിയപ്പെടുന്നത് തന്നെ. ഇവിടെ ഒരു 10-30 കിലോമീറ്റർ അകലെയായിട്ട് 400ഓളം വർഷം പഴക്കമുള്ള ഒരു ബനിയൻ ട്രീ ഉണ്ട്. അത് 3 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മരമാണ്. വളരെ പ്രസിദ്ധമാണ്. ഈ യാത്രയിലും പക്ഷേ ആ മരം കാണാൻ പോകാൻ പറ്റിയില്ല. നെക്സ്റ്റ് യാത്രയിൽ അത് കാണാമെന്ന് കരുതുന്നു.
ഈ പാർക്കിലെ കാഴ്ചകൾ ഇനിയും തീർന്നിട്ടില്ല. 300 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കബൺ പാർക്കിൻ്റെ മുഴുവൻ കാഴ്ചകളും ഈ ഒരു 2-3 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്നതല്ല. ഇവിടുത്തെ ഒരു തണലും ശാന്തതയും എന്ന് പറയുന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഈ മരങ്ങളും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ധാരാളം ചെറുജീവികളും അടങ്ങുന്ന ഒരു വലിയ ആവാസ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്ര സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഈ മുതുമുത്തച്ഛൻ മരങ്ങളെയെല്ലാം ഇതുപോലെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഈ ഭാഗത്തായിട്ടാണ് വാട്ടർ ഫൗണ്ടൻ ഉള്ളത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിതും. അതുപോലെ കുട്ടികളുടെ പാർക്ക്, ടോയ് ട്രെയിന് ഒക്കെ ഇവിടെയാണുള്ളത്. ഈ ഭാഗത്ത് തന്നെയാണ് ബോട്ടിങ് സൗകര്യമൊക്കെ ഉള്ളത്. എല്ലാം കറങ്ങി നടന്നിട്ട് വീണ്ടും മെയിൻ ഗേറ്റിൽ പോയി. മാർക്ക് ഹബ്ബാൻ്റെ കുതിരസവാരി പ്രതിമയുടെ മുൻപിലൊക്കെ പോയി നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇവിടെ വന്നാൽ കബ്ബൺ പാർക്കിനോട് ചേർന്നുള്ള മ്യൂസിയവും അതുപോലെ ആർട്ട് ഗാലറി എല്ലാം ഈ ഒരൊറ്റ വിസിറ്റിൽ തന്നെ നമുക്ക് കണ്ടു തീർക്കാനായിട്ട് കഴിയും. ബാംഗ്ലൂർ യാത്രയുടെ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരതൊക്കെ കൂടി കാണണേ. വീഡിയോസ് കാണുന്നവരെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കബ്ബൺ പാർക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.